നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനം വർദ്ധിച്ചതോടെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ വീണ്ടും യാത്രാ നിബന്ധനകൾ കൊടുക്കുകയാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്തു വരുന്ന യുഎഇയിൽ PCR പരിശോധനാ ഫലം ലഭിക്കാൻ വൈകുന്നത് മൂലം മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ പേരുടെ വിമാനയാത്ര മുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ യാത്രയ്ക്ക് വിമാനത്താവളത്തിലെത്തിയ പലർക്കും ഇത്തരത്തിൽ മടങ്ങേണ്ടി വന്നതായാണ് ലഭ്യമാകുന്ന വിവരം. ടിക്കറ്റ് PCR ഇനങ്ങളിൽ വൻ തുക നഷ്ടമായതിനു പുറമെ കൂടുതൽ തുക നൽകി മറ്റു വിമാനങ്ങളിൽ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥിതിയാണുള്ളത്. കൂടാതെ പരിശോധനയ്ക്കെത്തുന്നവരുടെ എണ്ണം കൂടിയതും ലാബ് ജീവനക്കാരിൽ പലർക്കും കോവിഡ് ബാധിച്ചതുമാണ് ഫലം വൈകാൻ കാരണമായി പറയുന്നത്. നേരത്തെ 8 മുതൽ 12 മണിക്കൂറിനകം ഫലം ലഭിച്ചിരുന്നു. ഇത് കണക്കാക്കി യാത്രയ്ക്ക് തലേ ദിവസം ടെസ്റ്റ് എടുത്തവർക്കാണ് 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഫലം ലഭിക്കാതിരുന്നത്. അതായത് യുഎഇയിലെ പുതിയ നിയമം അനുസരിച്ച് സർക്കാർ ജീവനക്കാർക്ക് ഈ മാസം മുതൽ നെഗറ്റീവ് ഫലം നിർബന്ധമാക്കിയതും അവധിക്ക് ശേഷം എത്തുന്ന വിദ്യാർത്ഥികൾക്ക് പരിശോധനാ ഫലം ഹാജരാക്കേണ്ടി വരുന്നതും കാരണം പരിശോധനയ്ക്ക് കൂടുതൽ പേരാണ് ഇപ്പോൾ എത്തുന്നത്. PCR ഫലം ലഭിക്കാൻ 3 മുതൽ 4 ദിവസമെങ്കിലും വൈകുമെന്ന് ലാബ് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. യാത്രക്കാരല്ലാത്തവർ വിമാനത്താവളത്തിൽ പരിശോധിക്കാൻ എത്തിയതും തിരക്ക് കൂട്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച വൈകിട്ട് ഷാർജ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകാൻ എത്തിയ തൃശൂർ നീണ്ടൂർ സ്വദേശി ആഷിഫ് ഹനീഫ 24 മണിക്കൂറിനിടെ 2 PCR ടെസ്റ്റ് എടുത്തെങ്കിലും വിമാനം പുറപ്പെടുന്നതിന് മുൻപ് ഫലം ലഭിച്ചില്ല. ഒടുവിൽ ഫലം ലഭിച്ചത് വിമാനം പുറപ്പെടുന്നതിന് 10 മിനിറ്റ് മുൻപ്. അപ്പോഴേക്കും കൗണ്ടർ അടച്ചതിനാൽ യാത്രാനുമതി ലഭിച്ചില്ല. മാള സ്വദേശി മെഫിൻ ജോണി, ചാവക്കാട് ചേറ്റുവ സ്വദേശി ബിബിൻ ബാബു, ഭാര്യ ഐശ്വര്യ, മകൾ അദ്യുക എന്നിവർക്കും ഇതേ കാരണത്താൽ മറ്റൊരു വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ടി വന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.